നമുക്ക് എത്രയും വേഗം തവക്കൽ റഹ്മാനെ പോയി കാണണം. അദ്ദേഹം ഇപ്പൊ എവിടെ ഉണ്ടാവുക? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? വേറൊന്നുമല്ല മുതലാളി, വീട്ടുപേരോ അഡ്രസ്സോ ഒന്നുമില്ല നമ്മുടെ കയ്യില്. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കുക? മുതലാളി എന്നെ ആലോചിച്ച് നോക്ക്, ഒരുപാട് ബുദ്ധിമുട്ടും. ഗുരുക്കൾ വന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. നന്ദീശ, മുന്തിരി കിട്ടിയില്ല എന്ന് വെച്ച് അതിന് പുളിപ്പാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കയ്യെത്തും ദൂരത്തെത്തിട്ട് വിട്ടുകളയുന്നതാണ് പ്രശ്നം. നമുക്കിതിപ്പോ ആരാണെന്ന് തന്നെ മനസ്സിലായിട്ടുമില്ല. കണ്ണിൽ കാണാൻ പറ്റും നന്ദീശ, അന്വേഷിക്കണമെന്ന് മാത്രം. വെറും ഒരു പേര് വെച്ച് നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? പേര് തവക്കൽ റഹ്മാൻ എന്നായതുകൊണ്ട് മുസ്ലിമാണ്. അപ്പൊ പിന്നെ അദ്ദേഹത്തെ നമുക്ക് ഏതെങ്കിലും പള്ളിയിലോ മസ്ജിദിലോ വെച്ച് തീർച്ചയായും കണ്ടുകിട്ടും. ശരി, എന്തായാലും നമുക്ക് ആദ്യം വീട്ടിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്വേഷിക്കാം. വീട്ടുകാരെല്ലാം മുതലാളിയും കാത്തിരിക്കാം അവിടെ. ഇല്ല നന്ദീശ, എനിക്ക് ആദ്യം തവക്കൽ റഹ്മാനെ കണ്ടുപിടിക്കണം. അതിപ്പോ എങ്ങനെയാ മുതലാളി? നന്ദീശ, ആദ്യം ഈ കാര്യം, അത് കഴിഞ്ഞ് മതി കുടുംബം. എനിക്ക് അദ്ദേഹത്തെ കണ്ടുപിടിക്കണം. നീ വാൻ്റെ കൂടെ. ഞാൻ പറഞ്ഞതല്ലേ മുതലാളി, നമ്മൾ അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ പ്രദേശം മൊത്തം നമ്മൾ അരിച്ചു പറിക്കില്ലേ? അറിഞ്ഞില്ല എന്നുള്ളത് പോട്ടെ, അങ്ങനെയുള്ള ഒരു പേര് പോലും ആരും കേട്ടിട്ടില്ല. ഇതൊന്നും നടപടിയാവില്ല. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ ഇതുവരെ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെച്ച ചരിത്രമില്ല നന്ദീശ. എന്ത് നടക്കില്ല എന്ന് കരുതുന്നുവോ അത് നടത്തിയെടുക്കണമെന്നുള്ള വാശിയുണ്ട് എനിക്ക്. അതല്ല മുതലാളി. ശരിയെന്നാ, നമുക്ക് അന്വേഷിക്കാം. നന്ദീശ, അവിടെ ഒരാൾ കിടക്കുന്നത് കണ്ടോ? അയാളോട് ചോദിക്ക്, ചിലപ്പോൾ അറിയാൻ പറ്റും. ശരി. ഇതാരാണാവോ ഈ നട്ടുച്ചയ്ക്ക് ഇവിടെ കിടന്നുറങ്ങുന്നത്? ആള് നല്ല ഉറക്കത്തിലാ. ഇവന്റെ അടുത്ത് തന്നെയാണല്ലോ ദൈവമേ മുതലാളി എന്നെ ചോദിക്കാൻ വിട്ടത്. ഹലോ. യെസ്. ഇതെന്താ ഇത്? ശബ്ദം കേൾക്കുന്നത് ഇപ്പുറത്തു നിന്നാണല്ലോ. ഹലോ. സാർ, എന്റെ മുഖം ഈ സൈഡിലാ ഉള്ളത്. മനസ്സിലായി മനസ്സിലായി. ഈ മുസ്തഫ നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് റഹ്മാനെ കുറിച്ച് അറിയണം. റഹ്മാനോ? ഏത് റഹ്മാൻ? അബ്ദുൾ റഹ്മാനോ, AR റഹ്മാനോ, മുഹമ്മദുള്ള റഹ്മാൻ? അങ്ങനെ ഒരുപാട് റഹ്മാൻമാരുണ്ട്. നിങ്ങൾക്ക് ഏത് റഹ്മാനാ വേണ്ടത്? അത് പറയും. അവരാരുമല്ല, തവക്കൽ റഹ്മാൻ. തവക്കൽ റഹ്മാനോ? അയാളെ അറിയാമോ? നിങ്ങൾക്ക് തവക്കൽ റഹ്മാനല്ലേ കാണേണ്ടത്? അയാളെന്തിനാ നിങ്ങൾ കാണുന്നത്? അതെല്ലാം നിന്നോട് പറയേണ്ട കാര്യമില്ല. അറിയാമെങ്കിൽ പറ, അല്ലെങ്കിൽ നിന്റെ പാട് നോക്കിപ്പോ. അഹങ്കാരം കാണിക്കാണല്ലേ? എനിക്ക് അയാളെ അറിയാം, പക്ഷെ ഞാൻ പറയത്തില്ല. എന്താ മുതലാളി ഇങ്ങനെയാണോ ചോദിക്കാം? ഞാൻ അയാളോട് ചോദിക്കാം. ചേട്ടാ, മുസ്തഫിക്ക, എനിക്ക് ഈ തവക്കൽ റഹ്മാൻ എന്ന് പറഞ്ഞ ആളെ ഒന്ന് കാണണമായിരുന്നു. കാലത്ത് പോലെ അന്വേഷിച്ചോണ്ടിരിക്കുക. തവക്കൽ റഹ്മാന്റെ സ്ഥലം ഒന്ന് കാണിച്ചു തന്നാ മതി. ഞങ്ങൾക്കത് വലിയ ഉപകാരമാവും. നിങ്ങൾക്ക് സഹായം ചെയ്തു തരണമെങ്കിൽ എനിക്ക് കുറച്ച് ചില്ലറ തരേണ്ടി വരും. എത്ര വേണ്ടി വരും? അദ്ദേഹമുള്ള സ്ഥലം കാണിച്ചു തരാം. 1000 രൂപ വേണ്ടി വരും 1 കിലോമീറ്ററിന്. 1000 ആക്കുന്ന എന്തിനാ? 2000 കൊടുത്തേക്കവന്, എന്നിട്ട് വഴി പറഞ്ഞു തരാൻ പറ. ശരി മുതലാളി, 2000 രൂപ തരും. മതിയല്ലോ? നടക്ക്, ഞാൻ വന്ന് അദ്ദേഹമുള്ള സ്ഥലം കാണിച്ചു തരാം. ആ നടക്ക് നടക്ക്. ഇന്നിത്തിരി കാശ് തടയുമെന്നാ തോന്നുന്നേ. വാ വാ. അതെ ചേട്ടോ. മുസ്തഫിക്ക, നമ്മുടെ വണ്ടിയുണ്ട്, നമുക്ക് വണ്ടിയിൽ പോവാം. അങ്ങോട്ടേക്ക് കാറൊന്നും പോകത്തില്ല, നടന്നേ പോകാൻ പറ്റൂ. കൂടെ വാ. ഞാൻ പറഞ്ഞ പൈസ എവിടെ? കാശെടുക്ക്, കാശെടുക്ക്.
നന്ദീശ, ഇവൻ കാശിന് വേണ്ടിയിട്ട് നമ്മളെ വെറുതെ നടത്തിക്കാണെന്ന് തോന്നുന്നു. എനിക്കും അങ്ങനെ തോന്നുന്നു മുതലാളി. ഏയ്, ഞങ്ങള് വെറുതെ നടത്തിക്കാണോ നീ? എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ. എന്നോട് ആജ്ഞാപിക്കുന്നോ? നിങ്ങൾക്ക് ഞാൻ സ്ഥലം കാണിച്ചു തരില്ല. പൊക്കോ പൊക്കോ. മുതലാളി ഒന്ന് വെറുതെ ഇരിക്കേ. അവൻ എന്തായാലും സ്ഥലം കാണിക്കട്ടെ. ഇത്രയും ദൂരം വന്നല്ലേ നമ്മള്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഒന്ന് ക്ഷമിക്കേ. മുസ്തഫയ്ക്ക് ക്ഷമിക്കണം. മുതലാളി വെറുതെ ഒരു തമാശ പറഞ്ഞതാ. ഈ മുസ്തഫയോട് തമാശ പറയുന്നത് നല്ലതിനല്ലെന്ന് നിന്റെ യജമാനനോട് പറ. കാശുതാ. അങ്ങോട്ട് നോക്ക്. നിങ്ങൾ തേടി വന്ന സ്ഥലം ഇതാണ്. തൗക്കൽ റഹ്മാന്റെ ദർഗ. ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയോരെന്തോ, എനിക്കെപ്പോഴോ തോന്നിയോരെന്തോ. എങ്ങനെ നടന്നവനാ? ഇപ്പൊ ഗതി കണ്ടില്ലേ? വേണോന്ന് കരുതി ഇതെല്ലാം വരുത്തി വെച്ചത് നീ തന്നെയല്ലേ? നീയോ? എന്റെ തല തിന്നാൻ വേണ്ടി വന്നു കയറിയതായിരിക്കുമല്ലേ? ഞാൻ നിന്റെ തല തിന്നാൻ വേണ്ടി വന്നതല്ല, നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി വന്നതാ. എടാ, പിന്നെ അവള് പോകുന്നില്ല എന്ന് എത്ര തവണ പറഞ്ഞിട്ടും അവളെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടല്ലോ. നിനക്കിത് എന്താ സംഭവിച്ചേ? അവൾ അങ്ങനെയൊക്കെ പറയും, പക്ഷെ അവളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്താടാ? അവള് മനസ്സിലുള്ളതൊക്കെ നിന്നോട് തുറന്നു പറഞ്ഞോ? അതേ, വെറുതെ ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ. അവള് നിന്നെ മനസ്സിലാക്കുന്നില്ല, അത്രേ ഉള്ളൂ. അല്ല, അപ്പൊ നീ പറഞ്ഞു വരുന്നത് അവൾ എന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണോ? എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചൂടാ? നീ ഇങ്ങനെ പറഞ്ഞാ ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോന്ന് പറഞ്ഞ് എന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹലോ, ഈ ഞാനില്ലായിരുന്നെങ്കിലേ നിന്റെ ജീവിതത്തിൽ ഒരു ഡിസിഷനും എടുക്കാൻ പറ്റില്ലായിരുന്നു. നിനക്ക് ശിവാനിയെ കിട്ടിയെങ്കിൽ അതിന്റെ കാരണം ഞാനാ. അതാദ്യം മനസ്സിലാക്ക്. എന്നെ ദേവദാസാക്കി മാറ്റിയത് നീ തന്നെയാ. ഓ അതെ രാജാവേ, നീ കുറച്ചൊന്ന് സമാധാനിക്കേ. എന്റെ വാക്കൊന്ന് കേൾക്കടാ. ശിവാനിയെ വിട്ടുകൊടുക്കല്ലേ. അവളുടെ മനസ്സിൽ നീ തന്നെയാ ഉള്ളത്. നീ അവളെ കൈവിടരുത്, കേട്ടല്ലോ. അവൾ ഉറപ്പായിട്ടും നിന്നെ തേടി തിരിച്ചു വരും. അവൾ എന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വരുമെന്നോ? അതെ, ഒന്ന് മിണ്ടാതെ പോയി തരോ? വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്റെ ഉള്ള മൂട് കൂടി കളയാൻ നിൽക്കല്ലേ. നിന്റെ മൂഡ് നശിപ്പിക്കുന്ന ഞാനല്ല, നീ തന്നെയാ നിന്റെ മൂഡ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ തൃശൂലേ, ശിവാനി നിന്റെയാടാ. അവളെ ആർക്കും വിട്ടുകൊടുക്കലടാ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാനാ പറഞ്ഞ ഞാൻ. എടാ തൃശൂൽ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നേ. പ്ലീസ് ഒന്ന് കേൾക്കടാ. നിന്നോടൊന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് നിന്നെന്റെ കയ്യിൽ കിട്ടൂടെ കള്ളപ്പന്നി. അവൾ എന്നെ തേടി ഇങ്ങോട്ട് വരും അത്രേ, എന്നെ പ്രണയിക്കും അത്രേ. വായു തോന്നുന്നത് വിളിച്ച് പറയാ. ശിവാനി, അവനാണെങ്കിൽ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടങ്ങ് പോവും. ഇപ്പൊ ദേ സ്വപ്നം കാണാനും തുടങ്ങി. നല്ല സമയം തന്നെ. എന്റെ ജീവിതം തന്നെ ഇങ്ങനെ തള്ളി നടക്കാനായിരിക്കും. ജീവിതം എന്ന് പറഞ്ഞ അങ്ങനെയല്ലേ? പഴയ ഓർമ്മകളെല്ലാം തള്ളി മുന്നോട്ട് പോയല്ലേ പറ്റൂ. നീ എന്തിങ്ങനെ നോക്കി നിൽക്കുന്നേ? വേഗം തള്ളു. ജീവിതത്തിൽ മുന്നേറേണ്ടതല്ലേ? നീ ഇങ്ങോട്ടേക്ക് വന്നോ? ഒരുത്തരിപ്പോ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ. അടുത്തത് ഇപ്പൊ നീ. അവനെന്ന് പറഞ്ഞ ആരാ? അത് നിന്നെ പോലെ തന്നെ ഉള്ളൊരു ലൂസ്. അപ്പൊ ഞാൻ ലൂസാണെന്നാണോ പറഞ്ഞേ? എന്താ സംശയം? നീ അത് തന്നെയാണല്ലോ.
ഓ എന്താ അങ്ങനെ നിക്കുന്നേ? നീയും ഇനിയും അവനെ പോലെ തന്നെ എസ്കേപ്പ് ആവുമല്ലോ. വാ കൊണ്ട് തള്ളല് നിർത്തിയിട്ടേ സ്വപ്നത്തിലാണെങ്കിലും ഈ വണ്ടി ഒന്ന് തള്ളിത്താ. ഹലോ, സ്വപ്നത്തില് ശിവാനി ഈ വണ്ടി തള്ളാനാ പറഞ്ഞ. എന്താ എന്തിനാണ് നോക്കി പേടിപ്പിക്കുന്നത്? ഈ നോട്ടമൊന്നും എന്റെ അടുത്ത് വേണ്ട മോളെ. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. റിയൽ ക്യാരക്ടറിനെ മാത്രമേ ഞാൻ ഭയക്കാറുള്ളൂ. അല്ലാതെ ഈ ഡ്യൂപ്ലിക്കേറ്റ് സ്വപ്നത്തിൽ വരുന്ന ആൾക്കാരെ ഞാൻ ഒരിക്കലും ഭയക്കാൻ പോകുന്നില്ല. അല്ല, എനിക്കൊരു ഡൗട്ട്. നിന്നെ ഞാൻ കാണുമ്പോഴൊക്കെ നിന്റെ ആ സ്മൈലും ലുക്കും ഒക്കെ എന്നെ അങ്ങ് മയക്കി കളയും. സ്വപ്നത്തിലാണെങ്കിൽ സെയിം അവസ്ഥ. അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, കുറച്ചെങ്കിലും കരുണ കാണിച്ചൂടെ? അല്ല, നിങ്ങൾ ഈ പെണ്ണുങ്ങൾ മുഴുവൻ ഇങ്ങനെയാണോ? വർത്താനം നിർത്തിയിട്ടേ വണ്ടി തള്ളുന്നുണ്ടോ? തള്ളുമായിരുന്നല്ലോ. നീ തള്ളുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇങ്ങനെ തള്ളി വീട്ടിലെത്തുമ്പോഴേക്കും സൂര്യൻ പോയിട്ട് ചന്ദ്രൻ വരുന്ന സമയാവും. ഹലോ, സ്വപ്നത്തിലെ ശിവാനി, നിങ്ങൾ വെറും സ്വപ്നം മാത്രമാ. സ്വപ്നമായിട്ട് തന്നെ മാഞ്ഞു പൊക്കോണം, അല്ലാതെ ഒരുപാട് സംസാരിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ വണ്ടി തള്ളാൻ സഹായിക്കും. അഹങ്കാരത്തിന് കൈയും കാലം വെച്ച പോലെയുണ്ട്. എനിക്ക് അഹങ്കാരം അല്ലേ? കാണിച്ചു തരാം ഞാൻ. പതുക്കെ പതുക്കെ പതുക്കെ. ഇതെന്താ ഇത്? സ്വപ്നത്തിന് ഇത്ര ശക്തിയോ? ഇത് തോന്നലാണോ അതോ പ്രേതോ ആണോ? കാലൊക്കെ താഴെ തുറക്കുന്നുണ്ടല്ലോ. പ്രേതമല്ല. അപ്പൊ എന്റെ തോന്നല് തോന്നലുമല്ല. ശിവാനി, നീ ശരിക്കും ഇവിടെ ഉണ്ടോ? നീ അതൊന്ന് കവടി നിരത്തി നോക്ക്. അല്ല, നിനക്ക് ഇത്തിരി പോലും ബുദ്ധിയില്ലേ? എന്നെ വീണ്ടും ഒറ്റയ്ക്ക് വിട്ടിട്ട് വന്നില്ലേ നീ? ഞാൻ എപ്പോഴാ വിട്ടിട്ട് വന്നേ? വണ്ടി കംപ്ലൈന്റ് ആയപ്പോ കാറിൽ കയറ്റി വിട്ടതല്ലേ? വണ്ടി കംപ്ലൈന്റ് ആയെന്ന് വെച്ച് ആരുടെങ്കിലും കൂടെ കയറ്റി വിടുകയാണോ ചെയ്യണ്ടേ? എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ എന്താ ചെയ്യാ? അതെന്താ ശിവാനി, നിനക്ക് എന്ത് സംഭവിക്കാനാ? നിന്നെ ത്രിവിക്രമന്റെ കൂടെയല്ലേ വിട്ടത്? നീ ആഗ്രഹിച്ചത് അതന്നെയായിരുന്നില്ലേ? അത് ഞാൻ സാധിച്ചു തന്നില്ലേ? ഇനി ഇങ്ങനൊക്കെ പറയുന്നത് ശരിയല്ല തൃശൂർ. അല്ല, എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയില്ല. നീ ചെയ്ത തെറ്റിന് നിനക്കൊരു ശിക്ഷയുണ്ട്. ശിക്ഷയോ? എന്ത്? തള്ളു. തള്ളാൻ. സതിരുമായി വരികയായി പറവകൾ ഇതിലേ നുരയുമീ തിരതൊടും ചെറുവിരൽ കുളിര. ശരി, നടക്ക. വന്ന് അദ്ദേഹത്തെ കാണിച്ച. ഞാനോ? ഞാനകത്തേക്കൊന്നും വരില്ല. ചത്തുപോകും. ഏയ്, അകത്ത് കയറിയാൽ ഉടനെ എങ്ങനെയാടാ ചാവുന്നേ? നീയും എന്റെ കൂടെ അകത്തേക്ക് വാ. നിങ്ങൾക്ക് തൗക്കൽ റഹ്മാനെ കുറിച്ചൊന്നും അറിയില്ല. അദ്ദേഹത്തോട് ചോദിക്കാതെ അകത്തേക്കെങ്ങാണ് കയറിയ രക്തം ഛർദിച്ച് ചാകും. നാട്ടുകാരൊന്നും ആ സ്ഥലത്തേക്ക് പോകാറില്ല. അവൻ ചെകുത്താനാണവൻ. ശരി, ഞാൻ തന്നെ പോയി കണ്ടോളാം. സാർ, ഒരു കാര്യം കൂടി. ഒരു കാരണവശാലും തൗക്കൽ റഹ്മാന്റെ മുമ്പിൽ നുണ പറഞ്ഞു പോകരുത്. കള്ളമെങ്ങാണം പറഞ്ഞു പോയാ മരണം ഉറപ്പാണ്. നീ വന്ന ജോലി കഴിഞ്ഞില്ലേ? ഇനി വിട്ടോ. സാർ, എന്റെ കാശെടുക്ക്. ഇത് മതിയോടാ? എന്റെ റബ്ബേ, വേണ്ട സാർ, വേണ്ട സാർ, ഞാൻ പൊയ്ക്കോളാം. ഹലോ. നന്ദീശ, എസ്റ്റേറ്റിലെ റൈഡർക്ക് ആക്സിഡന്റ് ആയെന്ന് പറയുന്നു. നീ അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാനകത്ത് പോയി കണ്ടോളാം. ആരോ തള്ളിയതുപോലെ തോന്നിയല്ലോ, ഏതോ ഒരു അദൃശ്യ ശക്തി. ഇതൊരു പവിത്രമായ സ്ഥലമല്ലേ?
ഷൂ ഇട്ടകത്ത് കയറിയതുകൊണ്ടായിരിക്കും. എന്തായാലും ഊരി വെച്ചേക്കാം. എന്താ ഇത്? മുന്നോട്ടും പോകാനാവുന്നില്ല, പിന്നോട്ടും പോകാനാവുന്നില്ലല്ലോ. ശ്വാസം മുട്ടുന്നു. എന്തായി ചെയ്യുന്നത്? ഏയ്, ഇങ്ങോട്ടെന്തിനാ വന്നത്? നിനക്കെന്താ ഇവിടെ ആവശ്യം? അങ്ങേ കാണാൻ വേണ്ടി വന്നതാണ്. കള്ളത്തരം. കള്ളം പറഞ്ഞ അന്നെ നമ്മള് കൊന്നുകളയും. സത്യമാണ് ഞാൻ പറയുന്നത്. അങ്ങേ കാണാൻ വേണ്ടി തന്നെയാ വന്നത്. ക്യാ കാം ഹേ മേരെ പാസ്? എന്ത് കാര്യത്തിന് നീ എന്നെ തേടി വന്നത്? ത്രയംബകനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അങ്ങയുടെ ഒരു സഹായം വേണം. ത്രയംബക? അവനെ അങ്ങനെ നിനക്കറിയാം? അദ്ദേഹം എന്റെ ഗുരുവാണ്. അദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഗുരു? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ അടുത്ത് നിന്ന് എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് അങ്ങയുടെ സഹായം വേണം. ക്യാ മദദ്? ഓ, സഹായത്തിനാണോ വന്നത്? ഗുരുക്കള് ഏതോ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുന്നോട്ടിനി എന്ത് ചെയ്യണമെന്നും അറിയില്ല. താളിയോലകളിൽ അങ്ങയുടെ പേര് ഞാൻ കണ്ടു. ആ തെളിവ് വെച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ത്രയംബകൻ അവൻ എവിടെയുള്ളത്? അവൻ എന്താ പറ്റിയേ? അതാണ് അങ്ങ് അന്വേഷിച്ച് പറഞ്ഞു തരേണ്ടത്. എന്ത് പറ്റി ഗുരുക്കൾക്ക്? മരിച്ചുപോയി. പാമ്പിന്റെ വിഷമേറ്റാണ് മരിച്ചത്. മഹാറാണി, മെക്കാനിക് ഷോപ്പ് എത്തി. മാഡം വണ്ടിയിൽ നിന്നൊന്ന് ഇറങ്ങിയാലും. അമ്മേ, അയ്യോ എന്റെ അമ്പോ, ആകെ ക്ഷീണിച്ചു പോയി. ആദ്യമായിട്ടാ പ്രണയം ഭാരമായിട്ട് തോന്നുന്നു.